Good afternoon. Good afternoon. ഇത്രയും കുട്ടികളൊക്കെയാണോ നിങ്ങൾ ജോയിൻ ചെയ്യാറുള്ളൂ? 14 14 ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് ഞാനിപ്പോ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ 1 മണിക്കൂർ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. കുറെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയില്ലാത്തത് ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് നോട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ നമുക്കൊന്ന് ഒരു റിവിഷൻ എന്ന പോലെ നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് കിട്ടുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കയറുമ്പോൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്ന് റെഡി ആക്കിയേക്കുന്നത് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം, ഓപ്ഷനും തരാം. അപ്പൊ നിങ്ങൾ ആൻസർ ഒന്ന് അറിയാമോ എന്നൊന്ന് നോക്കാം. ഓക്കെ. നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുത്താലും മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ. സർക്കാർ ആശുപത്രികളുടെ നവീകരണത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സർക്കാർ. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് അവിടെ ഓപ്ഷൻസ് തന്നിരുന്നത് ലൈഫ്, സ്നേഹപൂർവം, ആർദ്രം, താലോലം. ഏതാ? ആർദ്രമാണ് കേട്ടോ. ആർദ്രം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അതുമായിട്ട് കണക്ട് ചെയ്ത് 1-2 പോയിന്റ് കൂടി നമുക്ക് അതിന്റെ ഒപ്പം നോക്കാം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്? എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹ സ്വാതന്ത്ര്യം. ഓക്കെ, വെരി ഗുഡ്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏത്? അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ആശ്രയ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുന്ന പദ്ധതി അറിയോ? സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹ സഹായം നൽകുന്ന പദ്ധതി പ്രത്യാശ. ഡയാലിസിസ് നടത്തുന്ന കിഡ്നി രോഗികള്, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നവര്, ഹീമോഫീലിയ ബാധിച്ച രോഗികള്, സിക്കിൾ സെൽ അനീമിയ ബാധിച്ചവർ എന്നിവർക്ക് വേണ്ടിയുള്ള പദ്ധതി അറിയോ? സമാശ്വാസം. ശാരീരികവും മാനസികവുമായ സ്ഥിരം രോഗമുള്ള രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്കും ഉള്ള ഒരു സാമ്പത്തിക സഹായം. ആശ്വാസകിരണം. ഓക്കെ, വെരി ഗുഡ്. ആശ്വാസകിരണം. നിങ്ങൾ ഏതെങ്കിലും നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുത്തില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ്, കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ അവയവദാന പദ്ധതി. മൃതസഞ്ജീവനി. ഓക്കെ, മൃതസഞ്ജീവനി. അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. പ്രമേഹ രോഗം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സർക്കാർ പദ്ധതി. പ്രമേഹ രോഗം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള കേരള സർക്കാർ മിഠായി. മിഠായി. ഓക്കെ, മിഠായി. ഭർത്താവില്ലാത്ത സ്ത്രീകൾക്കും പിന്നോക്കാവസ്ഥയിലുള്ള സ്ത്രീകൾക്കും വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നറിയോ? ശരണ്യ. ആ ഒരു സെക്ഷനിലുള്ള കുറച്ച് പോയിന്റ് ആട്ടോ ഞാൻ പറഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ്, സസ്യങ്ങളിലെ ശ്വസനവാതകം കാർബൺ ഡൈ ഓക്സൈഡ്,
H2O, O2, N2. O2. ഓക്കെ. സസ്യങ്ങളിലെ ശ്വസനവാതകം ഏതാണ്? ഓക്സിജൻ. നെക്സ്റ്റ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് തന്നെയാ? ഓക്സിജൻ. ഓക്സിജൻ തന്നെയാണ് മനുഷ്യ ശരീരത്തില് ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഭൗമോപരിതലത്തില് ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. ഭൗമോപരിതലത്തില് ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഇതാ ഇതെല്ലാം ഓക്സിജൻ ആണ് ആൻസർ വരുന്നത്. കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്നറിയോ? 8 ആണ് കേട്ടോ. 8. സസ്യങ്ങള് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രോസസ്സ് അതിന് പറയുന്ന പേരേതാ? ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണ സമയത്ത് ആവശ്യമായിട്ടുള്ള വാതകം ഏതാണ്? കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നു അല്ലെ? കാർബൺ ഡയോക്സൈഡ്. ദെൻ അവര് റിലീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പുറന്തള്ളുന്ന വാതകം ഏതാ? ഓക്സിജൻ. എന്നിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു. ദെൻ അന്തരീക്ഷത്തില് ഓക്സിജന്റെ അളവ് എത്ര ശതമാനം? 21%. 21% ഓക്സിജൻ ആണ്. ചന്ദ്രനില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകവും ഓക്സിജൻ തന്നെയാണ്. ചന്ദ്രനില് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. രാത്രി കാലങ്ങളില് സസ്യങ്ങള് പുറത്തുവിടുന്ന വാതകം ഏതാ? നൈറ്റ് ടൈമില് അതാണ് നമ്മള് പഠിച്ചിട്ടുണ്ട്. രാത്രി സമയങ്ങളിലൊക്കെ നമ്മള് ഈ മരങ്ങളുടെ അടിയിലൊന്നും ഒന്നും ചെയ്യരുതെന്ന് പറയും. ഏതാണ്? അവര് രാത്രി സമയങ്ങളിൽ സസ്യങ്ങൾ പുറത്തു വിടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്. ഓക്കെ. ആ ഒരു സെക്ഷനിൽ നിന്നുള്ള അത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന സസ്യം ഏതാണെന്ന്. അതിനകത്ത് ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ്: മോണോട്രോപ്പ്, ഹെട്രോട്രോപ്പ്, മോണോസൈറ്റ്, ഫാഗോസൈറ്റ്. ജീർണിച്ച ജൈവാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷണം നടത്തുന്ന ഫുഡൊക്കെ വലിച്ചെടുക്കുന്ന സസ്യം ഏതാണ്? മോണോട്രോപ്പ്, ഹെട്രോട്രോപ്പ്, മോണോസൈറ്റ്, ഫാഗോസൈറ്റ്. അതിന്റെ ആൻസർ മോണോട്രോപ്പ് ആണ് കേട്ടോ. മോണോട്രോപ്പ്. ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ പറ്റാത്തവരാണ്. ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ സസ്യങ്ങള് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവര് ഓട്ടോട്രോപ്സ്. ഹെട്രോട്രോപ്സ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആഹാരത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് ഹെട്രോട്രോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സങ്കരയിനം വെണ്ട പറയാം: അക്ഷയ, ഹരിത, സൽകീർത്തി, അന്നപൂർണ. സൽകീർത്തിയാണ് കേട്ടോ. സൽകീർത്തിയാണ് സങ്കരയിനം വെണ്ട. സങ്കരയിനം വെണ്ട, സൽകീർത്തി. നെക്സ്റ്റ്. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യ ഇനം ഏതാണ്? ഓപ്ഷൻസ് നോക്കണം. സോബിയം എന്ന് പറയുമ്പോൾ തന്നെ ആൻസർ പറയല്ലേ. ഇവിടെ തന്നേക്കുന്ന ഓപ്ഷൻസ് ഞാൻ ഒന്ന് വായിക്കാം. അതിൽ ഏതാണെന്ന് നോക്കാം. പാവലുണ്ട്, വഴുതന, നെല്ല്, മുതിര. ഇതിലേതാണ്? മുതിര. ഓക്കെ, വെരി ഗുഡ്. പയറിലൊക്കെ ഉള്ളതല്ലേ മുതിര. പയറ് വർഗ്ഗങ്ങളില് വർഗ സസ്യങ്ങളിലെ വേരുകളിൽ കാണപ്പെടുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് റൈസോബിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പയറുവർഗ്ഗങ്ങളിലൊക്കെ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നേക്കുന്ന പാവല്, വഴുതന, നെല്ല്, മുതിര. മുതിരയാണ് കറക്റ്റ് ആൻസർ കേട്ടോ. റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യയിനം. നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ ഏതാ?
അറിയോ? മണ്ണിലെ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ. അസറ്റോബാക്ടർ നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്ന ബാക്ടീരിയ അസറ്റോബാക്ടർ. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയ രാസവളം ഏതാണെന്നറിയോ? യൂറിയ ആണ് കേട്ടോ. നൈട്രജൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന രാസവളം യൂറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു സെക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. PSCക്ക് നമ്മൾ വിറ്റാമിൻ എന്നുള്ള ഒരു സെക്ഷൻ ഇതിനകത്ത് ഇവിടെ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ കെ, വിറ്റാമിൻ സി. ഏത് വിറ്റാമിൻ ആണ് വെള്ളത്തില്? സി ആണ്. ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ വെള്ളത്തില്. സിയും. ഓക്കെ, വെരി ഗുഡ്. വിറ്റാമിൻ ബിയും സിയും നമ്മള് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. ആ ഒരു പോർഷൻ PSC നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ചാപ്റ്റർ ആണ് വൈറ്റമിൻസിന്റെ. അതിനകത്ത് ഇവിടെ ചോദിച്ചേക്കുന്ന വെള്ളത്തില് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകള് ബിയും സിയും. കൊഴുപ്പിൽ ഫാറ്റ് സോലിബിൾ ഏതാ? കൊഴുപ്പിൽ ലയിക്കുന്നത് എ വിറ്റാമിൻ എ, ഇതൊക്കെ ഫാറ്റ് സോലിബിൾ ആണ്. ഇത് വാട്ടർ സോലിബിൾ, വെള്ളത്തിൽ ലയിക്കുന്നത് വിറ്റാമിൻ ബിയും സിയും ആണ്. അത് മാറിപ്പോകരുത് കേട്ടോ. പച്ചക്കറികളിൽ അധിക സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി ആണ്. കുറെ നേരം നമ്മൾ വെജിറ്റബിൾസ് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത്. അതുപോലെ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ സി തന്നെയാണ് വൈറ്റമിൻ സി, അല്ലെങ്കിൽ ജീവകം സി. ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ കൂടുതൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി. ഇതെല്ലാം വൈറ്റമിൻ സി ആണ്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ സി തന്നെ. ഇതെല്ലാം സി ആണ് കേട്ടോ. അപ്പൊ നമ്മൾ സിയുടെ കുറച്ച് പറഞ്ഞു. പച്ചക്കറികള് അധിക സമയം വെള്ളത്തിൽ ഇട്ടാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ സി. പിന്നെ ഓറഞ്ച്, ചെറുനാരങ്ങ, നെല്ലിക്ക എന്നിവയിലൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി ആണ്. നെക്സ്റ്റ്, ഇലക്കറികളിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാ? എ ആണ് കേട്ടോ. വിറ്റാമിൻ എ ആണ് ഇലക്കറികളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ആണ് കേട്ടോ. വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് അതും ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ആ ഒരു സെക്ഷനൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ. ദെൻ അസ്ഥികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ, എല്ലുകളുടെ വളർച്ചയ്ക്ക് പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വൈറ്റമിൻ ഏതാ? വൈറ്റമിൻ ഡി. എവിടെന്നാ? സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. കുട്ടികൾക്കൊക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വെയിൽ കൊള്ളിക്കാൻ പറയും. സൺലൈറ്റിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി. അതിന് ഓപ്ഷൻസ് ഞാൻ പറയാം. ലൈംഗിക പ്രത്യുൽപാദനം, പതിവയ്ക്കൽ, കായിക പ്രജനനം, മുകുളനം. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് എന്നിവയിൽ നിന്നും പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതി. അതിനെന്തെന്ന് പറയുന്നത്? പ്രജനനം. നെക്സ്റ്റ് വൺ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാന വിസർജനാവയവം. ഓപ്ഷൻസ് ഞാൻ വായിക്കാം. വൃക്ക, ത്വക്ക്, കരൾ, മൂത്രാശയം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട
ത്വക്കൊക്കെ വിസർജനാവയവമാണ് എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട വിസർജനാവയവം വൃക്കയാണ്, വൃക്കകളാണ്. ഓക്കെ. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത്? ഡൈജഷൻ കംപ്ലീറ്റ് എവിടെയാണ്? ചെറുകുടല്. ചെറുകുടൽ തന്നെ എഴുതാം. ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാക്കുന്നത്? എവിടെയാണ്? ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ്. പോഷകാംശങ്ങള് ഒക്കെ അധികമുള്ള പോഷകാംശങ്ങള് ഒക്കെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത് ഇതൊക്കെ ചെറുകുടലിൽ വെച്ചാണ്. ജലാഗിരണം ചെയ്യുന്നത് എവിടെയാ? ഇത് വൻകുടലില്. വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്, ജലം ആഗിരണം ചെയ്ത് പോഷകാംശങ്ങൾ ആഗിരണം ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചിട്ടും, ജലാംശം അല്ലെങ്കിൽ ജലാഗിരണം ഒക്കെ ജലം ആഗിരണം ചെയ്യപ്പെടുന്നത് വൻകുടലിലും വെച്ചിട്ടാണ് കേട്ടോ. വൻകുടല്. നെക്സ്റ്റ്, തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തോട്ടവിള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കാസർഗോഡ്. അതിന് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ ഒന്ന് വായിച്ചു പോകാം. അവിടെ കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം. കശുവണ്ടി വികസന കോർപ്പറേഷൻ കൊല്ലം. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല. കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല. കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളം. തെങ്ങ് ഗവേഷണ കേന്ദ്രം കായംകുളം. കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടും പാറ. ഇടുക്കിയിലെ മയിലാടും പാറയാണ് ഏല ഗവേഷണ കേന്ദ്രം. കേന്ദ്ര ഏല ഗവേഷണ കേന്ദ്രം മയിലാടും പാറ. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ. മാങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. നാളികേര വികസന ബോർഡ് കൊച്ചിയില്. നാളികേര വികസന ബോർഡ് കൊച്ചി. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഓക്കെ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കര. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം. പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട്. പാലക്കാട്. കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം. ഓക്കെ. മലപ്പുറം ഡിസ്ട്രിക്റ്റില് ആനക്കയത്താണ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട്. 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 ഇനി നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ശരീര തുലനാവസ്ഥയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ്? നോക്കാം. മെഡില്ല ഓബ്ലാങ്കേറ്റ, ഹൈപ്പോതലാമസ്, സെറിബ്രം, സെറിബെല്ലം. ഏതാ ശരീര തുലനാവസ്ഥ? സെറിബെല്ലം. 5 ഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കാം. അതും ആ ഒരു സെക്ഷനും നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം മാറി മാറി ചോദിക്കാം ചാൻസ് ഉണ്ട്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാ? ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. പിന്നെ ഇന്ദ്രിയാനുഭവങ്ങള്, ചിന്ത, ഓർമ്മ, ബുദ്ധി, ബോധം, വിവേചനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം അത് സെറിബ്രം ആണ്. ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ, ബോധം, വിവേചനം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം ഏതാ? സെറിബെല്ലാണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗം സെറിബെല്ലം.
ലിറ്റിൽ ബ്രെയിൻ, അത് ഇമ്പോർട്ടന്റ് ആണ്. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? ലിറ്റിൽ ബ്രെയിൻ ആണ്. ഏറ്റവും വലിയ ഭാഗം നമ്മൾ പറഞ്ഞു സെറിബ്ര എന്ന് പറഞ്ഞു. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ രണ്ടാമത്തെ ഭാഗമാണ് സെറിബെല്ലം എന്ന് പറയുന്നത്. അത് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. ശരീര തുലന നിലയെ നിയന്ത്രിക്കുന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സെറിബെല്ലം. പിന്നെ നെക്സ്റ്റ്, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ? വേദന സംഹാരികള് പ്രവർത്തിക്കുന്ന മസ്തിഷ്ക ഭാഗം തലാമസ്. നിദ്രാവേളയില് ഈ സെറിബത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ് ആണ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടഞ്ഞു നിർത്തുന്നത് തലാമസ്. റിലേ സെന്റർ, അത് ചോദിക്കാം. തലാമസ് ആണ്. റിലേ സെന്റർ ഇൻ അവർ ബോഡി ഏതാണ്? തലാമസ് ആണ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. വിശപ്പ്, ഹൈപ്പോതലാമസ്. ഇവിടെ ആന്തര സമസ്ഥിതി പാലിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഇതാണ് ഹൈപ്പോതലാമസ്. മൂന്നും ഹൈപ്പോതലാമസ് ആണ്. വിശപ്പ്, ദാഹം എന്നിവയെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, ആന്തര സമസ്ഥിതി പരിപാലനം നടത്തുന്ന മസ്തിഷ്ക ഭാഗം, ശരീരോഷ്മാവ് നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോതലാമസ്. ഇനി ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശാന്തതയ്ക്ക് കാരണം ഏത് വിറ്റാമിന്റെ അഭാവമാണ്? വിറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. ഓക്കെ. ലോക വനദിനം മാർച്ച് 21, മാർച്ച് 22, മാർച്ച് 23, മാർച്ച് 21. മാർച്ച് 21 ഏത് വനദിനമായിട്ട് അറിയപ്പെടുന്നത്? വനദിനം. ഓക്കെ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതാണ്? വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ. ഏതാ? ബാക്ടീരിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം? ഉയർന്ന രക്തസമ്മർദ്ദം. ഇവിടെ ഓപ്ഷൻസ് എയ്ഡ്സ്, മഞ്ഞപ്പിത്തം, പ്രമേഹം, രക്തസമ്മർദ്ദം. ഇതാണ് രക്തസമ്മർദ്ദം. ഇതിനകത്ത് ഓക്കെ, ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ അതിനെ റിലേറ്റ് ചെയ്ത് തന്നെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടി അതിന്റെ ഒപ്പം നമുക്ക് നോക്കി പോകാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗം ഇതാണ് രക്തസമ്മർദ്ദം. രക്തസമ്മർദ്ദം അതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞു. ഇനി കറുത്ത മരണം എന്നറിയപ്പെടുന്നത് പ്ലേഗ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. വൈറ്റ് പ്ലേഗ്, ക്ഷയം. ഓക്കെ, വെരി ഗുഡ്. ക്ഷയമാണ് വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്നത്. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനിയാണ് കേട്ടോ. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്തോ. ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്ന ഡെങ്കിപ്പനി. ആഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. ഓക്കെ, വെരി ഗുഡ്. ചതുപ്പ് രോഗം, മലമ്പനി. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ് ആണ്. ലോക്ജോ ഡിസീസ് എന്നറിയപ്പെടുന്നത് ടെറ്റനസ്. എലിഫന്റിയാസിസ്, മന്ത്. ഓക്കെ, മന്താണ് എലിഫന്റിയാസിസ് എന്ന് പറയുന്നത്. തൊണ്ടമുള്ള രോഗം
ഡിപ്തീരിയ. തൊണ്ടമുള്ള രോഗം ഡിപ്തീരിയ. ഹാൻസൻസ് രോഗം പുഷ്പം. കുഷ്ഠം. ഹാൻസൻസ് രോഗം കുഷ്ഠം. ജർമ്മൻ മീസിൽസ് എന്നറിയപ്പെടുന്നത് റൂബല്ല. റുബല്ല. ഓക്കെ, വെരി ഗുഡ്. റുബല്ല. ജർമ്മൻ മീസിൽസ് റുബല്ല. കില്ലർ നിമോണിയ എന്നറിയപ്പെടുന്നത് സാർസ്. സാർസ് ആണ് കില്ലർ നിമോണിയ. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗം ഓക്കെ ക്ഷയാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണ്. ചെങ്കണ്ണാണ്. മദ്രാസ് ഐ എന്നറിയപ്പെടുന്നത് ചെങ്കണ്ണാണ്. ഓക്കെ, അത് അത്രയും ആ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ നോട്ട് ചെയ്യണം. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ നമ്മള് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ കോശം. നാഡീകോശം, കുംഭീജം, അണ്ഡം, രക്തകോശം. ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഏതാണ് ഏറ്റവും ചെറിയ കോശമാണ് ചോദിച്ചേക്കുന്നത്. കുംഭീജം. ഏറ്റവും വലുതോ അണ്ഡം. ഏറ്റവും വലിയ കോശമാണ് അണ്ഡം. ഏറ്റവും ചെറിയ കോശം കുംഭീജമാണ്. ഈ കോശത്തെ കുറിച്ചുള്ള പഠനം എന്തറിയപ്പെടുന്നേ? സൈറ്റോളജി. സൈറ്റോളജി. ഓക്കെ, ആരാ കോശം കണ്ടുപിടിച്ച സെല്ല് കണ്ടുപിടിച്ച ആരാന്നറിയോ? റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് സെല്ല് കണ്ടുപിടിച്ചത്. അപ്പോ ഈ സെല്ലിന്റെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന ഏത് ഓർഗന? പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ ആണ് പവർ ഹൗസ് ഓഫ് ദ സെൽ. ഏറ്റവും വലിയ സെൽ ഏതാ? ഏറ്റവും വലുത് ഒട്ടകപ്പക്ഷി മുട്ടയാണ് ഏറ്റവും വലിയ കോശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ്? ഏത് വൈറ്റമിന്റെ സിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. സ്കർവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് കൊതുക് പരത്തുന്ന ഒരു രോഗം. ഇവിടെ ഞാൻ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒന്ന് കേട്ടോ നിങ്ങള്. ഇവിടെ തന്നേക്കുന്ന 5-ാം പനി, ചിക്കൻ പോക്സ്, എലിപ്പനി, മന്ത്. ഏതാ കൊതുക് പരത്തുന്നത്? ഇതില് മന്താണ്. ഓക്കെ, കൊതുക് പരത്തുന്ന രോഗം. നെക്സ്റ്റ്, ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം മർമ്മം, ലൈസോസോം, മൈറ്റോകോൺഡ്രിയ, കോശദ്രവ്യം. മൈറ്റോകോൺഡ്രിയ ആണ് കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം. എന്താണ്? മൈറ്റോകോൺഡ്രിയ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ജീവകം ഡി ആണ്. ജീവകം ഡി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ആഹാര ശൃംഖലയിലെ ഏതാണ്? സസ്യങ്ങള്. ഹരിതസസ്യങ്ങളാണ്. സസ്യങ്ങള്, ജന്തുക്കൾ, മാംസഭോജികള്, സസ്യഭോജികൾ. അതൊക്കെയായിരുന്നു ഓപ്ഷൻ. ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞ സസ്യങ്ങളാണ്. ജലദോഷത്തിന് കാരണമായ രോഗാണു വൈറസ്. ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവ, ബാക്ടീരിയ. അങ്ങനെയായിരുന്നു ഓപ്ഷൻ. വൈറസ് ആണ്. ദോഷം ഉണ്ടാക്കുന്ന വൈറസ് ആണ്. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ വർഗത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി
ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. കൾച്ചർ, എപ്പികൾച്ചർ, സെറികൾച്ചർ, ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ആണ് ഒരു സസ്യക്കലയിൽ നിന്ന് ഒരേ വർഗത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതി എന്ന് പറയുന്നത്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി വായിക്കാം, ശ്രദ്ധിക്കാം. ക്ഷയം, ചിക്കൻ പോക്സ്, കോളറ, ഡെങ്കിപ്പനി. കോളറ. മലിനമായിട്ടുള്ള ആഹാരം, ജലം എന്നിവയിലൂടെയൊക്കെ പകരുന്ന രോഗമാണ് കോളറ എന്ന് പറയുന്നത്. കോളറ. നെക്സ്റ്റ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. രക്തം കട്ടപിടിക്കുന്നത് വൈറ്റമിൻ കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ. നെക്സ്റ്റ്, ഓർണിത്തോളജി ഏതിനും ശാസ്ത്ര ശാഖയാണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനം. പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഞാനൊന്ന് പറയാം. പല്ലിനെ കുറിച്ചുള്ള പഠനം, സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം, പക്ഷികളെ കുറിച്ചുള്ള പഠനം, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം. ഏതാണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. പല്ലിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയണേ? ഓഡന്റോളജി. ഓക്കെ, ഓഡന്റോളജി. സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം, സസ്യങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ബോട്ടണി. ബോട്ടണി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ്. ബോട്ടണി ആണ്. ചന്ദ്രനെ, മൂണിനെ കുറിച്ചുള്ള പഠനം സെലനോളജി. സെലനോളജി. അത് 4 ഓപ്ഷൻ തന്നിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോട്ടോ. ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഭയം ഉണ്ടാകുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഇവിടെ തന്നിരിക്കുന്നത് ഈസ്ട്രജൻ, ഇൻസുലിൻ, അഡ്രിനാലിൻ, ആൻഡ്രോജൻ. ഏതാ? ഭയം ഉണ്ടാകുമ്പോൾ അഡ്രിനാലിൻ ആണ്. അതിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ. അഡ്രിനാലിൻ അറിയപ്പെടുന്നത് അടിയന്തര ഹോർമോൺ. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ ആണ്. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോക്സിൻ. ഓക്കെ, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ ആണ്. തൈറോക്സിൻ. തൈറോക്സിന്റെ അഭാവം മൂലം കുട്ടികളില് മാനസികവും ശാരീരികവുമായ വളർച്ച മുരടിക്കുന്ന അവസ്ഥ കുട്ടികളിലാണ് കേട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന, തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈറോക്സിൻ. ഈ തൈറോക്സിന്റെ അഭാവം മൂലം കുട്ടികളില് മാനസികവും ശാരീരികവുമായി വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് ക്രിട്ടിനിസം. എന്നാൽ മുതിർന്നവര്, തൈറോക്സിന്റെ അഭാവം മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗം ഇതാ മിക്സഡിമ. മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ, ഉണ്ടാകുന്ന ഒരു അവസ്ഥ. തൈറോക്സിന്റെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ, അതിനെന്താ പറയുന്നേ? ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. തൈറോക്സിന്റെ ഉൽപാദനം കൂടുക, ഹൈപ്പർ തൈറോയിഡിസം. അതുപോലെ തൈറോക്സിന്റെ ഉൽപാദനം കുറഞ്ഞ ഉണ്ടാകുന്നത് ഇപ്പൊ ഏതാ? ഹൈപ്പോ തൈറോയിഡിസം.
നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. അർബുദം ബാധിക്കാത്ത മനുഷ്യ അവയവം. ഹൃദയം. 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 ഇതാണ് ഹൃദയമാണ്. ഹൃദയം. Okay. അർബുദം ബാധിക്കാത്ത മനുഷ്യാവയവം ഹൃദയം. നോട്ട് തരുന്നില്ല, നോട്ട് ഇടും അതില്. എന്താണ് ഷാജി എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ കാണിക്കുന്നത്. എന്താ പറഞ്ഞ മോളോ? നോട്ട് ഇടില്ലേ ഗ്രൂപ്പില്? നോട്ട് ഇടാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തു വെച്ചേക്കുന്നതാണ്. ഇപ്പൊ കുറച്ചൊക്കെ എടുത്തു തരും. നെക്സ്റ്റ് അതൊക്കെ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു റിവിഷൻ കിട്ടിക്കോട്ടെ എന്നുള്ള നമ്മുടെ ഒരുവിധം പോർഷൻസ് ഒക്കെ ബയോളജിയിലൊക്കെ കുറെയൊക്കെ നിങ്ങൾ നേരത്തെ മുതൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്തവരല്ലേ? കേറുന്നല്ലേ? ഒരു റിവിഷൻ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാന്ന് വിചാരിച്ച് കയറിയതാണ് ഞാനിന്ന്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. പൊട്ടാസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. പൊട്ടാസ്യത്തിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം സന്ധിവാതം. ഓക്കെ, ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. അനീമിയ. ഓക്കെ, അനീമിയ. ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് അഭാവം മൂലമുണ്ടാകുന്ന രോഗം കാൽസ്യം. കാൽസ്യത്തിന്റെ ടെറ്റിനി. അയഡിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഗോയിറ്റർ. പൊട്ടാസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം പൊട്ടാസ്യം ഇതാണ് സന്ധിവാതം. ഇരുമ്പിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം അനീമിയ. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ടെറ്റനി. ദെൻ അയഡിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. ഗോയിറ്റർ. നെക്സ്റ്റ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം. ത്വക്ക്. ത്വക്ക്. കണ്ണ്, ത്വക്ക്, ചെവി, മൂക്ക്. അതാണ് ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്കാണ്. ത്വക്ക്. ഡോട്ട്സ് ഏത് രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡോട്ട്സ് മലേറിയ, ചിക്കൻ ബോക്സ്, ക്ഷയം, മഞ്ഞപ്പിത്തം. ക്ഷയം. ക്ഷയം. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവി ബാക്ടീരിയ, ഫംഗസ്, വൈറസ് ഇവയൊന്നുമല്ല. വൈറസ്. ഏത് വൈറസാ എയ്ഡ്സിന് കാരണമായത്? HIV വൈറസ്. വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് എയ്ഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ് നിശാന്തത ഉണ്ടാകുന്നത്? വൈറ്റമിൻ എ. വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗമാണ് നിശാന്തത എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം നോക്കിയായിരുന്നു ഇതിലുണ്ടായിരുന്ന. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പം കൂടിയ വസ്തു ഏതാണ്? ഏതാണ്? തുടയെല്ല്, കണ്ണിലെ ലെൻസ്, ചെവിയിലെ അസ്ഥി, ഇനാമല്. ഏറ്റവും കടുപ്പം കൂടിയത് ഇനാമലാണ്. നെക്സ്റ്റ് okay. Next question.
രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം. ഹൃദയം. ഹൃദയം. രക്തപര്യായന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി. അതാണ് കാർഡിയോളജി. ഹൃദയത്തെയും ഹൃദ്രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കാർഡിയോളജി. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം എത്ര വെയിറ്റ് ഉണ്ട്? 1.4. ഇവിടെ തന്നേക്കുന്ന 100 ഗ്രാം, 200 ഗ്രാം, 300 ഗ്രാം, 400 ഗ്രാം. എത്രയാ? 300 ഗ്രാം. മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം 300 ഗ്രാം. മനുഷ്യ ഹൃദയത്തിലെ അറകള് 4 അറകള് അല്ലെ? 2 ഓറിക്കിളുകളും 2 വെൻട്രിക്കിളും. 4 അറകളാണ്. ഹൃദയത്തിന്റെ മുകളിലെ അറയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഓറിക്കിളുകൾ എന്ന് പറയുന്ന, താഴെയുള്ളതാണ് വെൻട്രിക്കിള്. ഹൃദയത്തെ പൊതിഞ്ഞുള്ള ഇരട്ട സ്തരമുള്ള ആവരണം. ഓക്കെ, വെരി ഗുഡ്. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയം. മനുഷ്യ ശരീരത്തില് വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി. മനുഷ്യ ശരീരത്തില് വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി. ഇപ്പൊ നമ്മളിപ്പോ ചോദിച്ചതാണിത്. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയം. ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്നതാണ്. ഇത് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത് ചോദിക്കുന്നതാണ് നിങ്ങളോട്. അർബുദം ബാധിക്കാത്ത അവയവം ഹൃദയമാണ്. ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കർ ആണ്. പേസ് മേക്കർ ഹൃദയത്തിന്റെ ഹൃദയം. ആദ്യത്തെ കൃത്രിമ ഹൃദയം ചാർവിക് 7 ആണ് ആദ്യത്തെ കൃത്രിമ ഹൃദയം. ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന രോഗം. ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന രോഗം റൂമാറ്റിക് ഫീവർ. വാദപ്പനി. റൂമാറ്റിക് ഫീവർ. നെക്സ്റ്റ്, കണ്ണിന്റെ ഏറ്റവും പുറമെയുള്ള പാളി അറിയപ്പെടുന്നത് ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ എന്ന് പറയും. സ്ക്ലീറ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന പാളിയാണ് ദൃഢപടലം. കണ്ണില് നമ്മുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാ? ദൃഷ്ടിപടലം അല്ലെ? കണ്ണില് പ്രതിബിംബം രൂപപ്പെടുന്ന പാളി റെറ്റിനയാണ്. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിന്റെ ഭാഗം പീഠബിന്ദു. ഓക്കെ, കാഴ്ചയില്ലാത്തത് അന്ധബിന്ദു. ഏറ്റവും കൂടുതൽ കാഴ്ച ശക്തിയുള്ള കണ്ണിലെ ഭാഗം പീഠബിന്ദു. റെറ്റിനയില് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇല്ലാത്ത ഭാഗം. റോഡ് കോശങ്ങളും ഇല്ല. അന്ധബിന്ദു. ബ്ലാക്ക് സ്പോട്ട് അന്ധബിന്ദു. കണ്ണിലെ 2 അറകളുണ്ടല്ലോ, അതിലെ ഏറ്റവും വലിയ അറ ഏതാണ്? കണ്ണിലെ ഏറ്റവും വിട്രിയസ് അറ. മറ്റേ അറ ഏതാ? ചെറിയ അറ ഏതാ? അക്വസ് അറയുണ്ട്, വിട്രിയസ് അറയുണ്ട്. അതിലെ ഏറ്റവും വലിയ അറ വിട്രിയസ് അറയാണ്. നെക്സ്റ്റ്, മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന കണ്ണിലെ കോശങ്ങൾ ഏതാണ്? റോഡ് കോശങ്ങള്. നിറങ്ങൾ തിരിച്ചറിയാനും തീവ്ര പ്രകാശത്തില് വസ്തുക്കളെ കാണാനും സഹായിക്കുന്ന കണ്ണിലെ കോശങ്ങള്. കണ്ണിലെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ
ഓക്കെ, കെരാറ്റോപ്ലാസി. കണ്ണിലെ കോർണിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് കെരാറ്റോപ്ലാസി. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റോഡോപ്സിൻ. റെഡോപ്സിൻ. റെഡോപ്സിൻ ആണ് റോഡ് കോശങ്ങളിൽ കാണുന്ന വർണ്ണവസ്തു. റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു റെഡോപ്സിൻ. ഇനി തീവ്രപ്രകാശത്തിൽ കൃഷ്ണമണിക്ക് വരുന്ന മാറ്റം. തീവ്രപ്രകാശം കണ്ണിലേക്ക് അടിക്കുമ്പോൾ കൃഷ്ണമണി എന്ത് ചെയ്യുന്നു? ഓക്കെ, മങ്ങി പ്രകാശത്തില് കൃഷ്ണമണി വികസിക്കുന്നു. തീവ്രപ്രകാശം, അതാണ് നമ്മുടെ കണ്ണിലേക്ക് ടോർച്ചൊക്കെ അടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൃഷ്ണമണി ചുരുങ്ങി പോകും. തീവ്രപ്രകാശത്തില് കണ്ണിലെ കൃഷ്ണമണിക്ക് വരുന്ന മാറ്റം എന്താ? കൃഷ്ണമണി ചുരുങ്ങുന്നു. നമ്മള് റോഡ് കോശങ്ങളിലെ വർണ്ണവസ്തു പറഞ്ഞു റെഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ഏതാണ്? അയഡോപ്സിൻ. കോൺ കോശങ്ങളിലെ വർണ്ണവസ്തു ആണ് അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് അയഡോപ്സിൻ ആണ്. അയഡോപ്സിൻ. വിഷ്വൽ വയലറ്റ് അറിയപ്പെടുന്നത് അയഡോപ്സിൻ. കണ്ണിന്റെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക്. ഓക്കെ, വെരി ഗുഡ്. സിങ്ക്. കണ്ണിലെ തിളക്കത്തിന് കാരണമായ ലോഹം സിങ്ക്. പ്രായമാകുമ്പോൾ കണ്ണിലെ ലെൻസ് അതിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ. പ്രായമാകുമ്പോൾ കാട്രാക്ട് അല്ലെങ്കിൽ തിമിരം. പ്രായമാകുമ്പോൾ ലെൻസിന്റെ സുതാര്യത നഷ്ടപ്പെടുന്ന അവസ്ഥ, തിമിരം. നേത്രഗോളത്തിന്റെ മർദ്ദവർദ്ധനവ് മൂലം ഉണ്ടാകുന്ന രോഗം ഗ്ലോക്കോമ. മർദ്ദം, പ്രഷർ കണ്ണിൽ കൂടുമ്പോൾ അത് ഉണ്ടാകുന്നതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ. ഒരു ക്വസ്റ്റ്യൻ. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതെല്ലാം? തിരിച്ചറിയാൻ ഓക്കെ, പച്ച, ചുമപ്പ്. വർണ്ണാന്തതയുള്ള ആളിന് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങള് പച്ച, ചുവപ്പ്. ഇനി നോക്കിയേ, പ്രായമാകുമ്പോൾ കണ്ണിന്റെ ഇലാസ്തികത കുറയുന്ന അവസ്ഥ. പ്രസ്ബയോപ്പിയ. വെള്ളെഴുത്ത് എന്ന് പറയും അല്ലെ, പ്രസ്ബയോപ്പിയ. കണ്ണിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ വെള്ളെഴുത്ത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം. മങ്ങിയ വെളിച്ചത്തില് കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം നിശാന്തത. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം എന്ന് പറഞ്ഞില്ലേ, നിശാന്തത. മാലക്കണ്ണ്, മലയാളത്തില് മാലക്കണ്ണ് എന്ന് പറയും. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗം നിശാന്തത. ഇനി ഇതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ലെൻസുകൾ. അതെപ്പോഴും നിങ്ങൾ അത് തെറ്റിക്കുകയും ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്പിയ പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ഏത് ലെൻസാ? കോൺവെക്സ് ലെൻസ്. പ്രസ്ബയോപ്പിയ വെള്ളെഴുത്ത് പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. നമ്മൾ ദീർഘദൃഷ്ടിയുടെ പറഞ്ഞത് ഹൈപ്പർ മെട്രോപ്പിയ. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടിയാണെങ്കിലോ തന്നെ പഠിക്കാം. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നതിനുള്ള ലെൻസ് കോൺവെക്സ് ലെൻസ്. ഹ്രസ്വദൃഷ്ടി മയോപ്പിയ പരിഹരിക്കുന്നതിനുള്ള ലെൻസ് ആണ് കോൺകേവ് ലെൻസ്. ഇനി കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം. കണ്ണ് ഫുള്ളല്ലല്ലോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. കണ്ണ് മാറ്റിവെക്കുമ്പോ ഏത് ഭാഗം എടുക്കുന്ന അവിടെ? കോർണിയ. കണ്ണിലെ കോർണിയാണ്. കണ്ണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന നേത്രഭാഗം കോർണിയ. ഏത് ഭാഗം? നേത്രഭാഗം കോർണിയ. ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ്? ബാലൻസ്. ചെവി സഹായിക്കുന്നതാണ് ചെവി. ചെവിയുടെ 3 ഭാഗങ്ങള് ഏതൊക്കെയാ? ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. 3 ഭാഗങ്ങളുണ്ട്. ബാഹ്യകർണം,
മധ്യകർണം, ആന്തരകർണം. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ. ഇതാണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം. ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം ഇതാണ് കോക്ലിയ. കോക്ലിയ. മധ്യകർണത്തിലുള്ള അസ്ഥികള്, അതുപോലെ അസ്ഥികളിലും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ 3 അസ്ഥികളുണ്ട് മധ്യകർണത്തില്? ഏതൊക്കെയാ? സ്കേപ്പീസ്. ഇതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതിന്റെ ആ അസ്ഥികളുടെ ഷേപ്പുകളും ചോദിക്കാറുണ്ട്. ചിറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഓക്കെ. കുടക്കല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി കുതിരലാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥി. അപ്പൊ മധ്യകർണത്തില് 3 അസ്ഥികൾ ഉണ്ടെന്ന് പറഞ്ഞു. മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ്. അതില് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് മാലിയസ്, കുടകല്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഇൻഗസ്, കുതിരനാടത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് സ്റ്റേപ്പിസ്. ഓക്കെ. പിന്നെ അടുത്തത് ഇത് നമ്മൾ പറഞ്ഞതാണ്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം, ഏറ്റവും വലിയ അവയവം ത്വക്ക്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ. ഓക്കെ. മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ആൽബിനിസം. ആൽബിനിസം. മെലാനിന്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം. നമ്മുടെ ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങൾ ഏതൊക്കെയാണ്? സ്പർശം, ചൂട്, തണുപ്പ്, വേദന. ഓക്കെ. ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദനങ്ങള് സ്പർശം, മർദ്ദം, ചൂട്, തണുപ്പ്, വേദന. ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്? എക്സിമ, സോറിയാസിസ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ത്വക്കിനെ താഴെ തന്നിരിക്കുന്നതിൽ ത്വക്കിനെ ബാധിക്കുന്ന ഒരു രോഗം മെലനോമ. ഇതെല്ലാരും ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ മെലനോമ ശ്രദ്ധിക്കുക. എക്സിമ, സോറിയാസിസ്, മെലനോമ, പാണ്ട് ഇതെല്ലാം ത്വക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ്, മൂക്കിന് ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അനോസ്മിയ. മൂക്കിന് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥ അനോസ്മിയ. നെക്സ്റ്റ്, തെങ്ങിന്റെ ശാസ്ത്രനാമം, സയന്റിഫിക് നെയിം തെങ്ങിന്റെ ശാസ്ത്രനാമം. നെക്സ്റ്റ്, കൽപ്പക വൃക്ഷം എന്നറിയപ്പെടുന്നത്? തെങ്ങ്. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത്? വാനില. ഹരിത സ്വർണം ഏതാ? ഹരിത സ്വർണം. ഹരിത സ്വർണം ഏതാ? പച്ച സ്വർണം വാനില. ഹരിത സ്വർണം മുളയാണ്. മുള. പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില. ഹരിത സ്വർണം മുള. ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസി. ഓക്കെ. ഔഷധ സസ്യങ്ങളുടെ മാതാവ് തുളസി. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ്? ഓക്കെ, കുരുമുളക്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി? സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് കുരുമുളക്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി ഏലം. പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത്? തക്കാളി. ഓക്കെ. ചൈനീസ് ആപ്പിൾ എന്നറിയപ്പെടുന്നത്? ഓറഞ്ച്. ചൈനീസ് ആപ്പിള് ഓറഞ്ച്. പാവപ്പെട്ടവന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തക്കാളി. ഓക്കെ. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്നത്? ഓക്കെ, വെരി ഗുഡ്.
കൈതച്ചക്ക. പാൽ ഭൂമിയിലെ കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്നത് കശുമാവ്. ഓക്കെ, വെരി ഗുഡ്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്ക്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി. പാവപ്പെട്ടവന്റെ തടി എന്നറിയപ്പെടുന്നത് ഓക്കെ, വെരി ഗുഡ്. വെളുത്ത സ്വർണം കശുവണ്ടി. കേരളത്തില് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട്. ഓക്കെ, നാളികേര ഉൽപാദനത്തില് മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണെന്ന്? രാജ്യം അറിയോ? ഇന്തോനേഷ്യ. നാളികേര ഉൽപാദനത്തില് മുന്നിൽ നിൽക്കുന്ന രാജ്യം ഇന്തോനേഷ്യ. നെക്സ്റ്റ്, സൗരോർജം ഉപയോഗിച്ച് സസ്യങ്ങള് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഫോട്ടോസിന്തസിസ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ആവശ്യമായിട്ടുള്ള വർണ്ണക ഏതാണ്? ഓക്കെ, ക്ലോറോഫില്ല്. പിഗ്മെന്റ് ക്ലോറോഫില്ല്, ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? മഗ്നീഷ്യം. ഓക്കെ, വെരി ഗുഡ്. സസ്യങ്ങള് ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന വാതകം പറഞ്ഞതാണ് ഓക്സിജൻ. സസ്യങ്ങള് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്ന വാതകം ഇതാണ് കാർബൺ ഡയോക്സൈഡ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഭൂമുഖത്ത് ഏറ്റവും കൂടുതൽ ഉള്ള ഷഡ്പദം ഏത്? ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദം വണ്ടാണ്. വണ്ട്. ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തു വിഭാഗം ഏത്? ആർത്രോപോഡാന്ന് പറയും. ആർത്രോപോഡ. ഷഡ്പദങ്ങൾ ഉൾപ്പെടുന്ന ജന്തു വിഭാഗമാണ് ആർത്രോപോഡ. ഷഡ്പദങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്റമോളജി. ഓക്കെ, വെരി ഗുഡ്. എന്റമോളജി. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ഏത് വഴിയാ? ട്രക്കിയ. ഷഡ്പദങ്ങളുടെ ശ്വസനാവയവം ട്രക്കിയ. വിസർജനാവയവം മാൽപീജിയൻ ട്യൂബ്യൂൾ. മാൽപീജിയൻ നാളികളാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഷെയർ ചെയ്യാൻ കുറച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ ഇങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യിക്കാം. ഒരുവിധമൊക്കെ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല മിടുക്കുകളാണ്. എല്ലാവരും വേഗം ആൻസർ ഒക്കെ പഠിച്ചു. ഒരുവിധം പോർഷൻ ഒക്കെ കവർ ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, നിങ്ങൾ ആൻസർ പറയുമ്പോൾ അറിയാം. ഒരുവിധം ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചതിനേക്കാൾ കൂടുതലാണ് നമ്മൾ ഇനി പഠിക്കാൻ കിടക്കുന്നത് അല്ലെ? നമ്മൾ ഏതാണോ നമ്മളൊന്ന് നോട്ട് ചെയ്യാതെ പോയത് അതായിരിക്കും എക്സാമിനുള്ള ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഷുവർ ആയിരിക്കും. അപ്പൊ നന്നായിട്ട് എല്ലാ ഏരിയസ് ഒക്കെ കവർ ചെയ്ത് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻസ് ഒക്കെ അപ്പൊ നമുക്കത് ഓർക്കാൻ പറ്റും. നമ്മൾ പഠിച്ചതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.